അപരാജിതരായി ഫൈനലിലേക്ക് മാർച്ച് ചെയ്താൽ കലാശപ്പോരിൽ ഒരപകടം കരുതിയിരിക്കണമെന്നാണ്. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൻ്റെ ഉണങ്ങാത്ത മുറിവുകൾ അപ്പോഴും രോഹിത് ശർമ്മയെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പഠിക്കൽ കലമുടക്കരുത് എന്ന നിശ്ചയദാർഢ്യം ഇക്കുറി ആരെക്കാളുമേറെ അയാൾക്കുണ്ടായിരുന്നു. നേരിട്ട രണ്ടാം പന്തിൽ തന്നെ രോഹിത് അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടിയ സമ്മർദ്ദത്തിൻ്റെ പുകച്ചിരുളുകളെ മുഴുവൻ ഗാലറിയിലെത്തിച്ചു. കമൻട്രി ബോക്സിൽ അപ്പോൾ സുനിൽ ഗവാസ്കർ ഉണ്ട്. 25-30 റൺസൊക്കെ സ്കോർ ചെയ്ത് മടങ്ങുന്ന രോഹിത് അതിൽ ആനന്ദം കണ്ടെത്തുകയാണോ? ദിവസങ്ങൾക്ക് മുമ്പ് ഗവാസ്കർ ഇന്ത്യൻ നായകനോട് ചോദിച്ചു വച്ചത് ഇങ്ങനെയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം രോഹിത്തിന് നേരെ ഓങ്ങിയ വടി ഇനിയും അയാൾ താഴെ വച്ചിട്ടില്ല. ഫൈനലിന് തൊട്ട് മുമ്പ് ഫിറ്റ്നസിന്റെ പേരിൽ ഷമാ മുഹമ്മദ് ഉയർത്തിയ വിമർശനവും അന്തരീക്ഷത്തിലുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ ഒരു വശത്ത് കാഴ്ചക്കാരനാക്കി നിർത്തി രോഹിത് മറുപടികൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. കലാശപ്പോരാണ്. ദുബൈയിലെ പിച്ചിൽ സ്കോർ 250 കടന്നെന്നാൽ ചേസിംഗ് ഒരൽപ്പം സൂക്ഷ്മതയോടെയാകണം എന്നാണ്. സ്പിന്നർമാരുടെ കറങ്ങിത്തിരിക്കുന്ന പന്തുകൾ ബാറ്റർമാർക്ക് ശവപ്പറമ്പൊരുക്കുന്ന പിച്ചാണത്. നേരത്തെ ന്യൂസിലാൻഡ് ഇന്നിംഗ്സിൽ ഇന്ത്യക്കായി 38 ഓവറുകളും എറിഞ്ഞു പൂർത്തിയാക്കിയത് സ്പിന്നർമാരാണ് എന്നോർക്കണം. കിവീസ് അതേ നാണയത്തിലാണ് തിരിച്ചടിച്ചതും. പക്ഷേ സാന്നർ ഇന്ത്യ ഒരുക്കിയ വാരിക്കുഴിയിൽ ഇന്ത്യക്ക് തന്നെ കറക്കി വീഴ്ത്താൻ പദ്ധതിയിടും മുമ്പേ രോഹിത് അയാളുടെ കയ്യിൽ നിന്ന് വിജയം തട്ടിക്കെടുത്ത് കഴിഞ്ഞിരുന്നു. ഫോമിലുള്ള രോഹിത് ക്രിക്കറ്റ് മൈതാനങ്ങളിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണത്. എതിരാളികളുടെ സംഘത്തിൽ ഏറ്റവും മികച്ച പേസർമാരുടെ പന്തുകളെ തന്നെ തെരഞ്ഞുപിടിച്ച് അയാൾ അനായാസം അതിർത്തി കടത്തുന്നു. ലേസി എലഗൻസ്. ക്രീസിലെ അലസ സൗന്ദര്യം എന്താണെന്നറിയണമെങ്കിൽ രോഹിത്തിന്റെ ബാറ്റിംഗ് ഇമയടക്കാതെ കണ്ടു നിൽക്കണമെന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ പലരും മുമ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പന്തിനെ നേരിടുമ്പോൾ കഠിനമായ എഫേർട്ടുകൾക്ക് മുതിരാതെ പേസ് യൂസ് ചെയ്ത് അതിനെ ഗാലറിയിലേക്ക് പറഞ്ഞു വിടുക. ക്രിക്കറ്റിൽ ബാറ്റിംഗ് കുറച്ച് പാടുപിടിച്ച പണിയാണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ രോഹിത്തിന്റെ ഇന്നിംഗ്സുകൾ കാണട്ടെ. ഇത്രയും എളുപ്പത്തിൽ ഒരു വേള എത്ര അലസമായാണ് അയാൾ പന്തുകളെ നേരിടുന്നത് എന്ന് തോന്നിപ്പോകും വിധം എഫേർട്ട്ലെസ് ബാറ്റിങ്ങിന്റെ മനോഹാരിത എന്താണ് എന്ന് അയാൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. 6ാം ഓവറിൽ നഥാൻ സ്മിത്തിനെ സ്റ്റെപ്പ് ഓവർ ചെയ്ത് ലോങ് ഓണിന് മുകളിലൂടെ പായിച്ച പടുകൂറ്റൻ സിക്സർ ഒന്ന് മതി 37കാരനായ രോഹിത്തിന്റെ ഉള്ളിൽ എരിഞ്ഞു കത്തുന്ന കനലെത്ര ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കാൻ. 9ാം ഓവർ മുതൽ തന്നെ സാന്നർ പന്തെറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 18ാം ഓവർ വരെ ഒറ്റ വിക്കറ്റ് പോലും നഷ്ടമാവാതെ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 3 അക്കം തെളിയിച്ച രോഹിത്തും ഗില്ലും ചേർന്നാണ് ഇന്ത്യൻ ജയത്തിന് അടിത്തറകിട്ടത്. പിന്നെ 10 ഓവറിനിടെ വീണ 3 വിക്കറ്റുകൾ കിവീസ് താരങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയുണർത്തി. ഗില്ലും കോഹ്ലിയും രോഹിത്തും കൂടാൻ കയറിയതോടെ ഗാലറി പതിയെ നിശബ്ദമായി. 83 പന്തിൽ 3 പടുകൂട്ടൻ സിക്സറുകളും 7 ഫോറും സഹിതം 76 റൺ സ്കോർ ബോർഡിൽ ചേർത്തായിരുന്നു ഇന്ത്യൻ നായകന്റെ മടക്കം. പിന്നെ കരുതലോടെ കളിച്ച ശ്രേയസ് അയ്യരും അക്സർ പട്ടേലും KL രാഹുലും ചേർന്ന് ഇന്ത്യയെ വിജയതീരമടക്കുന്നു. ഇടക്കുന്ന ആരാധകരുടെ നെഞ്ചുപടച്ചെങ്കിലും പക്വതയോടെ ക്രീസിൽ നിലയുറപ്പിച്ച KL രാഹുലിന്റെ നിശ്ചയദാർഢ്യമാണ് അവസാന ഓവറുകളിൽ ആശങ്കകളെയൊക്കെ ധൂളിയാക്കി കാറ്റിൽ പറത്തിയത്. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ന്യൂസിലാൻഡ് ഷെൽഫിൽ ഒരേ ഒരു ICC ട്രോഫിയാണുള്ളത്. 2.5 പതിറ്റാണ്ട് മുമ്പ് കെനിയൻ തലസ്ഥാന നഗരിയായ നെയ്റോബിയിൽ വെച്ച് ഇന്ത്യയെ 4 വിക്കറ്റിന് നിലംപരിശാക്കിയാണ് അവർ ആ കിരീടം ചൂടിയത്. പിന്നെ ലോകവേദികളിൽ പലവരും അവർക്ക് കാലിടറി. പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ കിട്ടിയപ്പോഴൊക്കെ അവർ തങ്ങളുടെ പോരാട്ട വീര്യം പുറത്തെടുത്തു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഒരിക്കൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് കിവീസ് കിരീടം ചൂടിയത്. ഒടുവിൽ ഒറ്റ ടൂർണമെന്റിൽ 2 തവണ കിവീസിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ കണക്ക് ചോദിച്ചു. ഫൈനലിൽ 4 വിക്കറ്റിന് തന്നെ കിവീസിനെ വീഴ്ത്താനായത് ചരിത്രത്തിന്റെ യാദൃശ്ചികതയാകണം. ശ്രേയസ് അയ്യർ. ഏകദിന ക്രിക്കറ്റിൽ സമീപകാലത്ത് ഇന്ത്യൻ നിരയിലെ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം ആരുടേതാണെന്ന ചോദ്യത്തിന് ആരാധകർക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. തന്നെ ചുറ്റിപ്പറ്റി ഏറെക്കാലമായി ഉയർന്നുകൊണ്ടിരുന്ന വിവാദങ്ങളെയൊക്കെ പടിക്ക് പുറത്ത് നിർത്തിയാണ് അയാൾ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം സമ്മാനിച്ചത്. ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ രച്ചിൻ രവീന്ദ്രയ്ക്ക് താഴെ 243 റൺസുമായി 2ാമതാണ് ശ്രേയസിന്റെ സ്ഥാനം. 48.6 ശരാശരിയിൽ ബാറ്റ് വീശിയ ശ്രേയസ് ടൂർണമെന്റിൽ 2 അർദ്ധ സെഞ്ചുറികളും തന്റെ പേരിൽ എഴുതി ചേർത്തു. വരുൺ ചക്രവർത്തി. ചാമ്പ്യൻസ് ട്രോഫിക്ക് വിളിയെത്തുന്നതിന് മുമ്പ് വരെ ഏകദിനത്തിൽ ഒരേ ഒരു മത്സരം കളിച്ച പരിചയമാണ് ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ടും ജയ്സ്വാളിനെ ഒഴിവാക്കി അയാളെ ടീമിലെടുത്തതിന് പിന്നിൽ കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നു ഗംഭീറിന്. കിവീസിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിലാണ് ഗംഭീർ ആദ്യമായി വരുണിനെ പരീക്ഷിച്ചത്. 5 വിക്കറ്റുമായി കിവികളുടെ നട്ടലൊടിച്ചയാൾ വരവറിയിച്ചു. പിന്നെ സെമിയിലും ഫൈനലിലുമൊക്കെ നിർണായക ബ്രേക്ക് ത്രൂകളുമായി കളന്നിറങ്ങു. സെമിയിൽ ട്രാവിസ് ഹെഡിനെ പറഞ്ഞു വിട്ടാണ് അയാൾ കളി തിരിച്ചതെങ്കിൽ ഫൈനലിൽ വിൽ യങ്ങും ഗ്ലെൻ ഫിലിപ്സും
വരുണിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി. വെറും 3 മത്സരങ്ങളിൽ 9 വിക്കറ്റുമായി വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് അയാൾ ടൂർണമെന്റ് അവസാനിപ്പിച്ചത്. ദുബായിലെ പിച്ചുകളിൽ 4 സ്പിന്നർമാരുമായി കളത്തിലിറങ്ങുന്നതിനെക്കുറിച്ച് ചോദ്യമുന്നയിച്ചപ്പോൾ 2 സ്പിന്നർമാരെ ഇന്ത്യൻ നിരയിൽ ഉള്ളൂ എന്നായിരുന്നു രോഹിത്തിന്റെ മറുപടി. മറ്റു 2 പേർ ഓൾറൗണ്ടർമാരാണ്, അവരെ ബാറ്റർമാരെന്നും വിശേഷിപ്പിക്കാമല്ലോ എന്നാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ചോദിച്ചത്. നിർണായക ഘട്ടങ്ങളിൽ ക്രൂഷ്യൽ ഇന്നിംഗ്സുകളുമായി കളന്നിറഞ്ഞ വിരാട് കോഹ്ലിയും KL രാഹുലും അക്സർ പട്ടേലും 9 വിക്കറ്റുമായി തന്റെ കംബാക്ക് ഗംഭീരമാക്കിയ മുഹമ്മദ് ഷമി. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ 1 പതിറ്റാണ്ട് നീണ്ട ഇന്ത്യയുടെ കിരീട വരൾച്ച അവസാനിപ്പിച്ച പടയോട്ടത്തിന്റെ കടിഞ്ഞാണെന്തിയവർ ഒരുപാടുണ്ട്. ഒടുക്കം ആ വലിയ പേരും ഗൗതം ഗംഭീർ. 2011 ഏകദിന ലോകകപ്പിൽ ഇന്ത്യ കിരീടമടിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞത് മുഴുവൻ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഒറ്റ പേര് മാത്രമായിരുന്നു. കലാശപ്പോരിൽ സച്ചിനും സേവാഗും നേരത്തെ പുറത്തായപ്പോൾ 97 റൺസുമായി ഇന്ത്യൻ സ്കോർ ബോർഡിനെ നിവർത്തി നിർത്തിയ ഗംഭീറിന്റെ പേര് ആരും ആഘോഷമാക്കിയില്ല. ഇന്നലെ രോഹിത്തും സംഘവും ചാമ്പ്യൻസ് ട്രോഫി കിരീടമടിക്കുമ്പോഴും ഗ്രൗണ്ടിന്റെ ഒരറ്റത്ത് പുഞ്ചിരി തൂകി അയാൾ ഉണ്ടായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയോട് അയാളുടെ കഥ തീരുമെന്ന് വിധിയെഴുതിയവരോട് ഗംഭീർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇതാണ്: കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.